ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുഷ്മിത കിരൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി എക്സാമിന്റെ മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 0662024 ആണ്. എക്സാം നടത്തിയിട്ടുണ്ടായിരുന്നത് 8/6/2024 ഒട്ടും സമയം കളയേണ്ട. ലെറ്റ്സ് ഗോ ടു വീഡിയോ. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: ഒരു സമാന്തര ശ്രേണിയിലെ 7ാം പദം 0, 27ാം പദം 60 ആണെങ്കിൽ 17ാം പദം എത്ര എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പൊ നോക്കിക്കേ, 7ാമത്തെ പദം അതായത് a+6d എന്ന് പറയുന്നത് 0 ആണ്. നമ്മൾ എങ്ങനെ എഴുതുക? എ എന്ന് പറയുന്ന ഒന്നാമത്തെ പദം. രണ്ടാമത്തെ പദം ആണെങ്കിലോ എയോടൊപ്പം ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? രണ്ടാമത്തെ പദം കിട്ടും. എയോടൊപ്പം 2 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? മൂന്നാമത്തെ പദം കിട്ടും. അങ്ങനെയാണെങ്കിൽ എയോടൊപ്പം 6 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 7ാമത്തെ പദം കിട്ടും. ശരിയല്ലേ? അപ്പൊ ഞാൻ എന്ത് എഴുതി? a+6d എന്ന് പറയുന്നത് 0 ആണ്. നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ട്. അടുത്തത് 27ാം പദം 60 ആണ്. അതായത് എയോടൊപ്പം 26d കൂട്ടിയാൽ എന്ത് കിട്ടും? 60 എന്ന് കിട്ടും. എപ്പോഴും ഒന്ന് കുറച്ച് ഡി എഴുതുക, അത്രയേ ഉള്ളൂ. 27ാമത്തെ പദമാണെങ്കിൽ 26 തവണ ഡി കൂട്ടണം. ഇനി 7ാമത്തെ പദമാണെങ്കിൽ 6 തവണ ഡി കൂട്ടണം, അത്രയേ ഉള്ളൂ. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഇതേ 2 ഇക്വേഷൻസ് കിട്ടി. നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഇക്വേഷൻ അങ്ങോട്ട് കുറയ്ക്കാം. ഇപ്പൊ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് ഒന്നാമത്തെ ഇക്വേഷൻ കുറച്ചു എന്ന് വിചാരിക്കുക. അല്ലെ, എങ്ങനെ കുറച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്. അപ്പൊ 26ൽ നിന്നും 6 പോയാൽ 20. ഈ എയും ഈ എയും എന്ത് ചെയ്യും? വെട്ടിപ്പോവും. a - a 0 ആണെന്ന് അറിയാമല്ലോ. 60ൽ നിന്നും 0 പോയാൽ 60. അങ്ങനെയാണെങ്കിൽ ഇവിടെ മൈനസ് ആണ്, ഇവിടെ മൈനസ് ആണ്. അപ്പൊ രണ്ട് സൈഡിലും മൈനസ് വന്നാൽ വെട്ടിപ്പോവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മൈനസ് ഇടാതിരുന്നത്. ഇനി ഡി എന്ന് പറയുന്നത് 60/20. നമുക്ക് ആൻസർ എത്ര വന്നു? 3 എന്ന് വന്നു. അപ്പൊ പൊതുവ്യത്യാസം എത്ര കിട്ടി? 3 എന്ന് കിട്ടി. കണ്ടോ? പൊതുവ്യത്യാസം 3 ആണെങ്കിൽ ഓരോ തവണയും നമ്മൾ 3 അല്ലേ കൂട്ടി കൂട്ടി പോകേണ്ടത്. നോക്കിക്കേ, 7ാമത്തെ പദം 7th ടേം നമ്മുടെ കയ്യിലുണ്ട്. എത്രയാണ്? 0 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് 17ാമത്തെ പദം കാണാനാണ്. അപ്പൊ 7ാമത്തെ ടേമിന്റെ കൂടെ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് 17ാമത്തെ ടേം കിട്ടും? 7 കഴിഞ്ഞ് ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ 8ാമത്തെ കിട്ടും. അതിന്റെ കൂടെ പിന്നെ ഒരു തവണയും കൂടെ കൂട്ടിയാൽ 9, ഒരു തവണയും കൂടെ കൂട്ടിയാൽ 10. അങ്ങനെ കൂട്ടി കൂട്ടി പോയാൽ 7ന്റെ കൂടെ 10 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 17ാമത്തെ പദം കിട്ടും. ശരിയല്ലേ? 7ാമത്തെ പദം എൻ്റെ കയ്യിലുണ്ട്. അതിനോടൊപ്പം നമ്മൾ എന്താ ചെയ്യുക സാധാരണ? നോക്കിക്കേ, 2, 4, 6, 8 ഇങ്ങനെ അങ്ങ് പോവുക. അപ്പൊ നോക്കിക്കേ, ഓരോ തവണയും നമ്മൾ എന്താ ചെയ്യുന്നത്? പൊതുവ്യത്യാസമാണ് കൂട്ടി കൂട്ടി പോകുന്നത്. ശരിയല്ലേ? 7ാമത്തെ പദം എൻ്റെ കയ്യിലുണ്ട്. ഒരു തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ എനിക്ക് അടുത്ത ടേം കിട്ടും. 2 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ എനിക്ക് അതിൻ്റെ അടുത്ത ടേം കിട്ടും. 3 തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ അതിൻ്റെ അടുത്ത ടേം കിട്ടും. അങ്ങനെ 7 തൊട്ട് 17 വരെ എത്ര ടേം ഉണ്ട്? 17ൽ 7 കുറച്ചാൽ പോരെ? 10 ടേം. അപ്പൊ 10 തവണ നമ്മൾ എന്ത് ചെയ്യണം? പൊതുവ്യത്യാസം കൂട്ടണം. മനസ്സിലായോ? 7ൽ നിന്ന് ഒരു തവണ കൂട്ടിയാൽ 8, പിന്നെ 9, 10, 11, 12, 13, 14, 15, 16, 17. കണ്ടോ? 17 കിട്ടണമെങ്കിൽ എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടണം? 10 തവണ പൊതുവ്യത്യാസം കൂട്ടണം. അപ്പൊ ഡിയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി കിട്ടി. എത്രയാണ്? 3 ആണ് അല്ലേ? അപ്പൊ 10 × 3 എത്ര വന്നു? 30 എന്ന് വന്നു. അപ്പൊ 30 കൂട്ടി കൊടുത്താൽ നമ്മുടെ ആൻസർ ആയി കേട്ടോ. 0യുടെ കൂടെ 30 കൂട്ടിയാൽ മതി. 0 + 30 എത്ര തന്നെ വന്നു? 30 തന്നെ വന്നു. 17ാമത്തെ ടേം ഏതാണ്? 30 ആണ്. ക്ലിയർ ആയോ? വളരെ ഈസിയാണ്. നമ്മൾ മനസ്സിലൊന്ന് ആലോചിച്ചാൽ മതി. നമ്മുടെ ഏതെങ്കിലും ഒരു ടേം ഉണ്ടാവും, അതിനോടൊപ്പം എത്ര തവണ പൊതുവ്യത്യാസം കൂട്ടിയാൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന സാധനം കിട്ടുമെന്ന് നോക്കുക. പൊതുവ്യത്യാസം കൂട്ടണമെങ്കിൽ ആദ്യം അത് കണ്ടുപിടിക്കണ്ടേ? അതിനാണ് നമ്മൾ ഡി കണ്ടുപിടിച്ചു. 2 ഇക്വേഷൻ അങ്ങ് കുറച്ചാൽ മതി. അവിടെ നിന്ന് എന്ത് കിട്ടും? ഡി കിട്ടും. ഡി കിട്ടിക്കഴിഞ്ഞാൽ നേരെ പോയിട്ട് കൂട്ടി 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 അങ്ങ് ആൻസർ എഴുതിയാൽ മതി. അപ്പൊ ഉത്തരം എത്ര കിട്ടി? 30 എന്ന് കിട്ടി. ഫൈൻ. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ന്റെ 26% 15ന്റെ 42% കൂടെ കൂട്ടിയാൽ 27ന്റെ x% കിട്ടും. അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വില കാണുക. അപ്പൊ ഏതായാലും 9ന്റെ 26%. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഡേ വന്നാൽ എന്ത് ചെയ്യണം? ഇൻഡു ഇടണം. ഇൻഡേ ഉടയൊക്കെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യുക എന്ന് ഉദ്ദേശിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. 9 × 26/100 പ്ലസ്
15ന്റെ എത്ര ശതമാനം? 42%. 42/100 ശതമാനം എന്ന് പറഞ്ഞാൽ 100 ഹരിക്കുക. അത് എന്തിനു തുല്യമാണ്? 27ന്റെ x ശതമാനത്തിന് തുല്യമാണ്. അതുകൊണ്ടാണ് x/100 എന്ന് എഴുതണം. ഈ 100 ഇട്ടില്ലെങ്കിൽ നമ്മുടെ ആൻസർ തെറ്റിപ്പോവും. മനസ്സിലായല്ലോ? അപ്പൊ നോക്കിയേ, 9ന്റെ 26% 15ന്റെ 42% കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടണം? 27ന്റെ x ശതമാനം കിട്ടണം. എക്സിന്റെ വില കാണാൻ എക്സിനെ മാത്രം അവിടെ നിർത്തുക, ബാക്കി എല്ലാവരെയും ഇങ്ങോട്ട് കൊണ്ടുവരിക. അപ്പൊ ഇവിടെ 100 ആണ്, ഇവിടെ 100 ആണ്. അപ്പൊ പ്ലസും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ആ 100നെ അങ്ങ് ഒരുമിച്ച് എഴുതാം അല്ലെ? അപ്പൊ ഒരുമിച്ച് എഴുതിക്കോ, 100 എന്ന് എഴുതി. ഇനി 9 × 26 പ്ലസ് 15 × 42. ഇനി അടുത്ത നോക്കിക്കേ, ഇവിടെ ഞാൻ മൊത്തത്തിലെ ബ്രാക്കറ്റിൽ അങ്ങ് ഇട്ടേ. എന്തുകൊണ്ട് ഈ 100നെ കോമൺ എഴുതിയേ? പ്ലസോ മൈനസോ ചെയ്യണമെങ്കിൽ നമ്മുടെ ഛേദം രണ്ടുപേരുടെ ഡിനോമിനേറ്റർ സെയിം ആയിരിക്കണം. അത് സെയിം ആണെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് അങ്ങ് എഴുതി കൊടുക്കാം കേട്ടോ. 200 എന്ന് എഴുതരുത്, തെറ്റിപ്പോവും. 100 100 വന്നാൽ 100 കോമൺ ആക്കി എഴുതാനേ പറ്റുള്ളൂ. ഇനി ഈ 100 എങ്ങോട്ട് പോവും? മുകളിലോട്ട് പോകും. × 100 ഈ 27 എങ്ങോട്ട് പോവും? താഴോട്ടും പോവും. കണ്ടോ? അപ്പൊ നമ്മൾ അവിടെ ഉള്ളവരെയും കൂടെ എങ്ങോട്ട് കൊണ്ടുവന്നു? ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതെല്ലാം കൂടെ വെട്ടി കുറച്ചാൽ ആൻസർ ആയി. ഇവിടെ 100 ഉണ്ട്, ഇവിടെ 100 ഉണ്ട്. രണ്ടും എന്ത് ചെയ്യാം? വെട്ടിക്കളയാം. ഇനി ഇവരെ ഗുണിക്കുക, ആൻസർ കണ്ടുപിടിക്കുക, 27 ഹരിക്കുക, നമുക്ക് ആൻസർ കിട്ടും. നോക്കിയാലോ, 26 × 9 ചെയ്യുന്നതിലും എളുപ്പം എന്താണ്? 26 × 10 എത്രയാ? 260. 260ൽ നിന്നും ഒരു തവണ 26 കുറച്ചാൽ 26 × 9 കിട്ടും. അപ്പൊ 10ൽ നിന്ന് 6 പോയാൽ 4, 5ൽ നിന്ന് 2 പോയാൽ 3, 234 എന്ന് കിട്ടി. മനസ്സിലായോ? 12 × 9 എത്രയാന്ന് കണ്ടുപിടിക്കാൻ 12 × 10 ചെയ്യുക, അതിൽ നിന്ന് ഒരു തവണ 12 കുറച്ചാൽ മതി, അത്രേ ഉള്ളൂ. ഇപ്പൊ 26 × 10 ചെയ്തു, അതിൽ നിന്ന് ഒരു തവണ 26 കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? 26 × 9 കിട്ടും. ഇപ്പൊ 234 എന്ന് കിട്ടി. സോ 234 പ്ലസ് 15 × 42 ചെയ്യണം. 15 × 42 ചെയ്യാൻ മൾട്ടിപ്ലൈ ചെയ്തും കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? 15 × 40 പ്ലസ് 2 എന്ന് എഴുതാലോ 42നെ. 15 × 4 എത്രയാ? 60. നമുക്കറിയാം 15 × 4 60. ഒരു 0 ഉണ്ട്, അതും കൂടെ ചേർക്കുക. 600 പ്ലസ് 15 × 2. 15 × 2 എത്രയാ? 30. 630 എന്ന് കിട്ടി. കണ്ടോ? അപ്പൊ ഞാൻ 630 എന്ന് എഴുതി. ഡിവൈഡഡ് ബൈ 27. 234 630 കൂടെ നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടാലോ. 630 പ്ലസ് 234. 4 3 3 6, 6 2 8, 864 എന്ന് കിട്ടി. 864/27. 9 വെച്ച് വെട്ടാൻ പറ്റും കേട്ടോ. 9 വെച്ച് വെട്ടാം, 3 വെച്ച് വെട്ടാം. എങ്ങനെയാ നമുക്കത് മനസ്സിലായത്? 8 6 4 8 6 4 കൂട്ടി നോക്കിക്കേ. 6 4 10, 10 8 18. 18 എന്ന് വന്നാൽ 9ന്റെ ഗുണിതമാണ്. 9ന്റെ ഗുണിതം വന്നാൽ 9ഉമായിട്ട് വെട്ടാം. 27 9ന്റെ ഗുണിതമാണ്, നമുക്ക് അറിയാം. സോ 9 വെച്ച് വെട്ടിക്കോ. 9 × 3 27. 9 × 9 81. 86ൽ 81 പോയാൽ ബാക്കി 5. 54 എന്ന് കൂട്ടി വായിക്കുക. 9 × 6 54. വീണ്ടും വെട്ടാലോ. 3 × 1 3 × 3 9, 3 × 2 6. നമ്മുടെ ആൻസർ എത്ര വന്നു? 32 എന്ന് വന്നു. കണ്ടോ? അപ്പൊ എക്സിന്റെ വില എത്രയാണ്? 32. 1 ക്യൂബ് പ്ലസ് 2 ക്യൂബ് പ്ലസ് 3 ക്യൂബ് പ്ലസ് എക്സെട്ര അപ് ടു 20 ക്യൂബ്. ക്യൂബിന്റെ തുക കാണാനാണ് പറഞ്ഞേക്കുന്നത്. ക്യൂബിന്റെ തുക കാണാൻ വേണ്ടി നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്. n × n+1/2 എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിന്റെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനായി നമ്മൾ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണ്. എന്ത് ചെയ്താൽ മതി? ഇക്വേഷന്റെ സ്ക്വയർ അങ്ങ് എടുത്താൽ മതി. ഇപ്പൊ n-ന്റെ സ്ക്വയർ n സ്ക്വയർ n+1 ദ ഹോൾ സ്ക്വയർ. 2ന്റെ സ്ക്വയർ എത്രയാ? 4. ഇതാണ് നമ്മുടെ ക്യൂബ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ ക്യൂബുകളുടെ തുക കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്താൽ മതി? ആ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് സ്ക്വയർ ചെയ്താൽ മതി. അപ്പൊ നമുക്കിനി ആൻസർ നോക്കാലോ. ആദ്യത്തെ 20 ടേമുകൾ. അപ്പൊ n-ന്റെ വില എത്രയാ? 20. അപ്പൊ 20ന്റെ വർഗം ഇൻറ്റു 20 + 1 21. 21ന്റെ വർഗം ഡിവൈഡഡ് ബൈ 4. ഇനി 20ന്റെ വർഗം എത്രയാ? 2 × 2 4. 2 0യും കൂടെ വരും അല്ലെ? 400 എന്ന് കിട്ടി. അപ്പൊ 20ന്റെ വർഗം നമുക്ക് എത്ര എഴുതാം? 400 എന്ന് എഴുതാം. സോ 4 × 1 4 × 100. ഇനി 21ന്റെ വർഗം എത്രയാ? 441.
അപ്പോൾ 100 ഗുണം 441, ആൻസർ എത്ര വന്നു? 44100 എന്ന് കിട്ടി. കണ്ടോ? 44100. ഇതാണ് നമ്മുടെ ആൻസർ. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം. കട്ടയുടെ നീളവും വീതിയും ഉയരവും യഥാക്രമം 3:5:8 എന്ന അംശബന്ധത്തിലാണ്. അതിന്റെ ഉപരിതല വിസ്തീർണം 1422 സെന്റിമീറ്റർ സ്ക്വയറുമായാൽ ചതുരക്കട്ടയുടെ ഉയരം എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ചതുരക്കട്ട എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ക്യൂബോയിഡ് ആണ് അല്ലെ. ക്യൂബോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ, ക്യൂബിനെ ഇച്ചിരി പരത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് നമ്മുടെ ക്യൂബോയിഡ്, ചതുരക്കട്ട എന്ന് പറയുന്നത്. ഇതിന് എന്തുണ്ട്? നീളമുണ്ട്, വീതിയുണ്ട്, ഉയരവും ഉണ്ട്. 3 സാധനങ്ങൾ ഉണ്ടാവും. ഇതാണ് ഇതിന്റെ നീളം എന്ന് പറയുന്നത് L, ഇതാണ് ഇതിന്റെ വീതി ബ്രെഡ്ത്ത്, ഇതാണ് ഇതിന്റെ ഉയരം ഹൈറ്റ്. അപ്പൊ നമുക്ക് നീളവും വേണം, വീതിയും വേണം, ഉയരവും വേണം. നമുക്കിവിടെ തന്നിരിക്കുന്ന എന്താണ്? 3 പേരുടെയും റേഷ്യോ നമ്മുടെ കയ്യിലുണ്ട് അല്ലേ. ഇപ്പൊ റേഷ്യോ നോക്കിക്കേ, എത്രയാ തന്നേക്കുന്നേ? 3:5:8. ഇപ്പൊ L എന്ന് പറയുന്നത് 3x, ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 5x, ഹൈറ്റ് എന്ന് പറയുന്നത് 8x. ഇനി ഉപരിതല വിസ്തീർണം നമുക്ക് തന്നിട്ടുണ്ട് 1422. ഉപരിതല വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താ? സർഫസ് ഏരിയ ആണ് അല്ലെ. ഒരു ക്യൂബോയിഡിന്റെ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ ആണ് 2 × L × B + B × H + H × L. ഇതാണ് നമ്മുടെ എന്തിന്റെ ഇക്വേഷൻ? ഉപരിതല വിസ്തീർണം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എല്ലും ബിയും എച്ചും ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്ത് അവിടെ നിന്ന് വാല്യൂസ് കണ്ടുപിടിക്കാം. ചെയ്താലോ? നോക്കിക്കോ, 1422 = 2 ഗുണം L × B എത്രയാ? 5 ഗുണം 3 15x² എന്ന് കിട്ടി. കാരണം എന്താ? L എന്ന് പറഞ്ഞാൽ 3x ആണ്, ബ്രെഡ്ത്ത് എന്ന് പറഞ്ഞാൽ 5x ആണ്, ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 8x ആണ്. അപ്പൊ നമുക്ക് x ചേർത്തേ വാല്യൂ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ 3 ഗുണം 5 15, x × x x² എന്ന് കിട്ടി. പ്ലസ് ബ്രെഡ്ത്ത് × ഹൈറ്റ് 8 ഗുണം 5 40, 40x² എന്ന് കിട്ടി. പ്ലസ് h × L 8 ഗുണം 3 24, x × x x². 24x² എന്ന് കിട്ടി. ഇനി എന്ത് ചെയ്യാം? ഇവരെ 3 പേരെയും കൂടെ കൂട്ടാലോ. 15ഉം 40ഉം 24 കൂട്ടുക. 40ഉം 24ഉം എത്രയാ? 40ഉം 20ഉം 60, 60ഉം 4ഉം 64, 64ഉം 10ഉം 74, 74ഉം 5ഉം എത്രയാണ്? 79 എന്ന് കിട്ടി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 2 ഗുണം 79x² എന്നാണ് ആൻസർ കിട്ടിയത്. അത് എന്തിന് സമമാണ്? 1422 സമമാണ്. അങ്ങനെയാണെങ്കിൽ x² വാല്യൂ കണ്ടുപിടിക്കാൻ ഇവരെ 2 പേരെ എങ്ങോട്ട് വിട്ടാൽ മതി? താഴോട്ട് വിട്ടാൽ മതി. x² എന്ന് പറഞ്ഞാൽ 1422 ഡിവൈഡഡ് ബൈ, ഇവർ 2 പേരും നേരെ താഴത്തോട്ടായിരിക്കും പോവുക കേട്ടോ. 2 ഗുണം 79 നമുക്ക് വെട്ടാലോ. 2 1 2, 7 ഗുണം 2 14, 2 ഗുണം 1 2 ഗുണം 1 711 എന്ന് വന്നു. 9 ഗുണം 1 79 ഗുണം 9 എന്ന് കിട്ടി. x² 9 ആണെങ്കിൽ xന്റെ വില എത്രയായിരിക്കും? ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്താൽ പോരെ. 9ന്റെ സ്ക്വയർ റൂട്ട് എത്രയാണ്? 3 ആണ്. അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു? 3 എന്ന് വന്നു. x 3 ആണ്. നമ്മൾ എന്തൊക്കെയാണ് എടുത്തിരുന്നത്? ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും കാണാനാണ് നമ്മളോട് പറഞ്ഞിരുന്നത്. അപ്പൊ നമ്മൾ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും എടുത്തിരുന്ന റേഷ്യോ എത്രയായിരുന്നു? 3x-ഉം 5x-ഉം 8x-ഉം ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. 3x നീളം, 5x വീതി, 8x ആണ് നമ്മുടെ എന്ത്? ഹൈറ്റ്, ഉയരം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ x-ന്റെ വില എത്രയാണ്? 3 ആണ്. അപ്പൊ ഹൈറ്റ് എത്ര വരും? 8 ഗുണം 3 24. കണ്ടോ? നമ്മുടെ ഉത്തരം ഇപ്പൊ എത്ര വന്നു? 24 എന്ന് വന്നു. ഇനി ഇത് ഇത്രയും സ്റ്റെപ്പ് ചെയ്യാൻ നമുക്ക് അത്യാവശ്യം കുറച്ച് സമയം എടുക്കും. ഇതല്ലാതെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നേ. പക്ഷെ അത് ഇതിന്റെ ഓപ്ഷൻസ് ഇങ്ങനെ ആയതുകൊണ്ട് ചെയ്യാമായിരുന്നു. എപ്പോഴും നമുക്ക് അത് വെച്ചിട്ട് കറക്റ്റ് ആൻസർ കിട്ടണം എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതും കൂടെ ഒന്ന് പറഞ്ഞുതരാം. നമ്മളോട് തന്നിരിക്കുന്നത് ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റിന്റെയും റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3 5 8. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 3x എന്ന് നീളം എടുക്കും, 5x എന്ന് വീതി എടുക്കും, 8x എന്നാണ് നമ്മൾ എന്തെടുക്കുന്നത്? ഉയരം എടുക്കുന്നത്. അപ്പൊ ഉയരം എന്ന് പറയുന്നത് എപ്പോഴും 8ന്റെ ഗുണിതമായിരിക്കില്ലേ? 8ഉമായിട്ട് ഒരു സംഖ്യയെ ഗുണിച്ചാലാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മുടെ ഉയരം കിട്ടുന്നത്. ഇനി ഓപ്ഷനിലേക്ക് നോക്കിക്കേ, 8ന്റെ ഗുണിതങ്ങൾ ഏതെങ്കിലും ഉണ്ടോന്ന്? 18 8ന്റെ ഗുണിതമല്ല, 27 8ന്റെ ഗുണിതമല്ല, 15 8ന്റെ ഗുണിതമല്ല, ആകെ ഒരെണ്ണേ ഉള്ളൂ
24. അതുകൊണ്ട് നമ്മുടെ ആൻസർ ഏതാണ്? 24 ഫൈൻ. പക്ഷെ ഈ ഒരു മെത്തേഡ് നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞു തരാം, 2 ഓപ്ഷൻസ് മിക്കവാറും PSC ഇതുപോലെ മൾട്ടിപ്പിൾസ് തരാറുണ്ട്. ഇതിപ്പോൾ ഇവിടെ 24, ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 32 തരുമായിരിക്കാം. അപ്പൊ 24, 32 രണ്ടും 8ന്റെ ഗുണിതങ്ങളല്ലേ. അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പ്രയാസമായിരിക്കും. പക്ഷെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ആ ബുദ്ധിമുട്ട് വരില്ല. കാരണം എന്താ, ബാക്കി 3 ഓപ്ഷൻസും 8ന്റെ ഗുണിതങ്ങളല്ല. അതുകൊണ്ട് നമുക്ക് ആൻസർ ഏത് മാർക്ക് ചെയ്യാം? 24. കണ്ടോ? അടുത്ത ചോദ്യം നോക്കാം. 18,000 രൂപ സാധാരണ പലിശ നിരക്കിൽ ബാങ്കിൽ നിക്ഷേപിക്കുന്നു. 5 വർഷത്തിന് ശേഷം 6,300 രൂപ പലിശ ലഭിച്ചാൽ പലിശ നിരക്ക് എത്രയാണ്? സാധാരണ പലിശ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? P × R × T/100. ഇപ്പൊ നമ്മൾ ടിക്ക് പകരം N എന്നും ചിലയിടത്തൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്തായാലും കുഴപ്പമൊന്നുമില്ല. P നമ്മൾ നിക്ഷേപിച്ച തുകയാണ്. R റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പലിശ നിരക്ക്. T എത്ര വർഷത്തേക്കാണ്? ടൈം അല്ലെങ്കിൽ സമയം കാണിക്കാനാണ് T ഉപയോഗിക്കുന്നത് കേട്ടോ. ഇനി SI എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, സാധാരണ പലിശ. തന്നിരിക്കുന്ന വാല്യൂ എല്ലാം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. നോക്കാം. 18,000 രൂപയാണ് നിക്ഷേപിച്ചത്. അപ്പൊ പിയുടെ വാല്യൂ നമുക്കറിയാം 18,000. റേറ്റ് എനിക്ക് അറിഞ്ഞുകൂടാ, ഞാൻ 6 എന്ന് എഴുതി. T നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. എത്ര വർഷത്തേക്കാണ്? 5 വർഷത്തേക്കാണ് നിക്ഷേപിച്ചത്. /100. സാധാരണ പലിശ എത്ര രൂപ കിട്ടി? 6,300 രൂപ പലിശ കിട്ടി. ഇനി ഇവിടെ നിന്ന് എന്ത് ചെയ്താൽ മതി? റേറ്റ് കണ്ടുപിടിക്കാം. ചെയ്യാലോ? ഈ 2 0 ഈ 2 0 വെട്ടിക്കളഞ്ഞു. 180നെയും 5നെയും നമുക്ക് എന്ത് ചെയ്യാം? തൊട്ടപ്പുറത്തോട്ട് താഴോട്ട് അങ്ങ് വിടാം. വിട്ടോ? 6,300 / 180 താഴോട്ട് പോയി. പിന്നെ 5 എങ്ങോട്ട് പോവും? താഴോട്ട് പോവും. സോ 180 × 5. നമുക്ക് വെട്ടാലോ? ഈ 0യും ഈ 0യും വെട്ടിക്കളയാം. 9 വെട്ടിക്ക്. 9 × 2 18. 9 × 7 63. ഒരു 0യും കൂടെ ഉണ്ട് കേട്ടോ. ഇനി അടുത്തത് വീണ്ടും വെട്ടാലോ? 1 35. ഇനി വീണ്ടും വെട്ടാലോ? 5 × 1 5. 5 × 7 35. പലിശ നിരക്ക് എത്ര കിട്ടി? 7%. കണ്ടോ? നമ്മുടെ ആൻസർ എത്രയാണ്? 7%. അടുത്ത ചോദ്യം. ഒരു യാത്രയിൽ കാർ ആദ്യത്തെ 3 മണിക്കൂർ സമയം കേട്ടോ, ഫസ്റ്റ് 3 മണിക്കൂർ സമയം 40 km/h വേഗതയിൽ സഞ്ചരിച്ചു. ആദ്യത്തെ 3 മണിക്കൂർ 40 km/h വേഗതയിൽ സഞ്ചരിച്ചു. അടുത്ത 5 മണിക്കൂർ 48 km/h വേഗതയിലാണ് സഞ്ചരിച്ചത്. അങ്ങനെയാണെങ്കിൽ കാറിന്റെ ശരാശരി വേഗത കാണാനാണ് പറഞ്ഞേക്കുന്നത്. ശരാശരി വേഗത എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം ആണ്. ആകെ മൊത്തം സഞ്ചരിച്ച ദൂരവും ആകെ എടുത്ത സമയവും കൂടെ ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ശരാശരി വേഗത കിട്ടും. ഇവിടെ നമുക്ക് എന്തില്ല? ദൂരം അറിയില്ല. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ദൂരം കണ്ടുപിടിക്കുക. അപ്പൊ ദൂരം എന്ന് പറയുന്നത് എന്താ? ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു സ്പീഡ് ഇൻറ്റു ടൈമാ. രണ്ടുപേരെയും കൂടെ ഗുണിച്ചാൽ നമുക്ക് അവരുടെ ദൂരം കിട്ടും. അപ്പൊ 40 × 3. 40 × 3 എത്രയാ? 120. അപ്പൊ 120 km ആണ് ആദ്യം സഞ്ചരിച്ച ദൂരം. രണ്ടാമത്തത് 48 × 5 ചെയ്യുക. 48 × 5 എത്രയാ? 240. 240 km ആണ് രണ്ടാമത് സഞ്ചരിച്ചത്. 48ന്റെ പകുതി എടുത്ത് എഴുതുക. 48ന്റെ പകുതി 24. ഒരു 0 കൂടെ ചേർത്താൽ മതി കേട്ടോ. 5ഉമായിട്ട് എളുപ്പത്തിൽ ഗുണിക്കാനുള്ള ട്രിക്കാണത്. ഇനി നമുക്ക് ടോട്ടൽ ദൂരം കണ്ടുപിടിക്കാൻ ഈ 2 ദൂരം കൂടെ കൂട്ടുക. 240 100 340. 340 20 360. 360 km എന്ന് കിട്ടി. ടോട്ടൽ സമയം കിട്ടാൻ എന്ത് ചെയ്യണം? ഇവരെ തമ്മിൽ കൂട്ടിയാൽ മതി. 5 3 8. 8 മണിക്കൂറാണ് ടോട്ടൽ സമയം. അങ്ങനെ ആണെങ്കിൽ ശരാശരി വേഗത, ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. 360/8 ചെയ്താൽ നമ്മുടെ ആൻസർ കിട്ടും കേട്ടോ. അപ്പൊ ചെയ്യാലോ? 8 × 1 8 × 4 32. പോയിട്ട് ശിഷ്ടം 4 40 എന്ന് വായിക്കുക. 8 × 5 40. അപ്പൊ നമുക്ക് ആൻസർ എത്ര കിട്ടി? 45 km/h എന്ന് കിട്ടി. കണ്ടോ? ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അല്ലാതെ ശരാശരി വേഗത എന്ന് കണ്ട ഉടനെ ഇവരെ രണ്ടുപേരെയും കൂടെ കൂട്ടി /2 ചെയ്ത് വെക്കരുത്, തെറ്റിപ്പോവും. ആദ്യം ടോട്ടൽ ദൂരം കാണുക, ടോട്ടൽ സമയം കാണുക, രണ്ടും കൂടെ ഹരിക്കുക, ശരാശരി വേഗത കിട്ടും. സോ ആൻസർ 45 km/h. അടുത്ത ചോദ്യം. റാണി ഒരിടത്തു നിന്നും തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ചു. അപ്പോൾ ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, തെക്കോട്ട് 20 മീറ്റർ സഞ്ചരിച്ചു.
അതിനുശേഷം വടക്കോട്ട് 30 മീറ്റർ സഞ്ചരിച്ച് ഇപ്പൊ ഇവിടെ വരെ വന്നപ്പോൾ 20 ഇനി ഒരു 10 മീറ്ററും കൂടെ പോയപ്പോൾ എത്ര എത്തി? നമ്മുടെ മുകളിലോട്ടുള്ള പോയിന്റിൽ എത്തി. പിന്നീട് കിഴക്ക് ദിശയിലേക്ക് തിരിഞ്ഞ് 10 മീറ്റർ സഞ്ചരിച്ചു. കിഴക്ക് അങ്ങോട്ടല്ലേ, കിഴക്കോട്ട് എത്ര ദൂരം പോയി? 10 മീറ്റർ പോയി കേട്ടോ. വീണ്ടും വടക്കോട്ട് തിരിഞ്ഞ് 30 മീറ്റർ സഞ്ചരിച്ചു. വടക്ക് എവിടെയാ? മുകളിലാണ്. വടക്കോട്ട് തിരിഞ്ഞ് എത്ര ദൂരം പോയി? 30 മീറ്റർ ആണ് സഞ്ചരിച്ചത്. കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നു. കിഴക്ക് എവിടെയാ? അതെ അവിടെയാ. കിഴക്കോട്ട് 20 മീറ്റർ സഞ്ചരിക്കുന്നു. എന്നാൽ യാത്ര തിരിച്ചെടുത്ത് നിന്നും എത്ര അകലെയാണ് ഇപ്പോൾ അവൾ നിൽക്കുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഇവിടെയാണ് യാത്ര തിരിച്ചത്. അപ്പൊ ഇവിടെ നിന്ന് ഇവിടം വരെ, പിന്നെ ഇവിടെ നിന്ന് ഇവിടം വരെ, ഇവിടെയാണ് നമ്മുടെ അവസാനിക്കുന്ന പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു ടോട്ടൽ ദൂരം കണ്ടുപിടിക്കണം. ഇനി ഞാൻ ഇതിനെ ഇങ്ങോട്ടൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. ഇങ്ങനെ മുകളിലോട്ട് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് എന്ത് കിട്ടും? ഒരു മട്ട ത്രികോണം അവിടെ ഫോം ചെയ്യിക്കാമല്ലോ. അപ്പൊ അതേ എനിക്കിവിടെ ഒരു മട്ട ത്രികോണം കിട്ടി. ഇതാണ് നമ്മുടെ ട്രയാങ്കിൾ വരുന്നത് കേട്ടോ. ഇനി നമുക്ക് അതിന്റെ നീളമൊക്കെ എഴുതാലോ. ഇത് 10 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 10 ആയിരിക്കും, ശരിയല്ലേ? ഇത് 30 ആണെങ്കിൽ ഇതും എത്രയായിരിക്കും? 30 ആയിരിക്കും, ശരിയല്ലേ? അപ്പൊ ഈ ടോട്ടൽ ദൂരം എത്ര വന്നു? 30 + 10 40 മീറ്റർ എന്ന് കിട്ടി. ഈ ടോട്ടൽ ദൂരം എത്ര വന്നു? 20 + 10 30 മീറ്റർ എന്ന് കിട്ടി. ഇത് 40 മീറ്ററും ഇത് 30 മീറ്ററും ആണെങ്കിൽ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് എത്രയായിരിക്കും? 3ഉം 4ഉം വന്നാൽ അടുത്ത സൈഡ് 5 ആയിരിക്കും. 30ഉം 40ഉം വന്നാൽ ഹൈപ്പോട്ടന്യൂസ് 50 ആയിരിക്കും. ട്രിപ്ലെറ്റുകൾ ചെയ്തു നോക്കേണ്ട ആവശ്യം പോലും ഇല്ല, നേരെ ആൻസർ ചെയ്താം കേട്ടോ. അപ്പൊ നോക്കിക്കേ, 3ഉം 4ഉം വന്നാൽ അടുത്ത വശം 5 ആയിരിക്കും. അതുപോലെ തന്നെയാണ് 30ഉം 40ഉം വന്നാലും 50 ആയിരിക്കും. ഇനി ഇതിന്റെ ഇരട്ടി 3 × 2 6, 4 × 2 8, അങ്ങനെയാണെങ്കിൽ 5 × 2 10. അപ്പൊ ഈ ഒരു നമ്പേഴ്സിന്റെ കൂടെ നമ്മൾ ഒരേ സംഖ്യ ഗുണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ അത് തന്നെ കിട്ടും കേട്ടോ. അപ്പൊ ഇവിടെ ഞാൻ 10 ഗുണിച്ചാൽ 30 40 മൂന്നാമത്തെ വശം 50 ആയിരിക്കും. മനസ്സിലായോ? അപ്പൊ ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ആൻസർ ചെയ്താൽ 50. ചെയ്ത് നോക്കിയാൽ ഇതേ ഉത്തരം തന്നെ കിട്ടും കേട്ടോ. സ്ക്വയർ റൂട്ട് ഓഫ് ഒരു വശം എത്രയാ? 40. 40ന്റെ സ്ക്വയർ എത്രയാ? 1600 പ്ലസ് ഒരു വശം 30. 30ന്റെ വർഗം 900. അപ്പൊ ആൻസർ എത്ര വന്നു? സ്ക്വയർ റൂട്ട് ഓഫ് 2500 എന്ന് വന്നു. ഉത്തരം നമുക്ക് 50 എന്ന് തന്നെ കിട്ടും. എങ്ങനെ ചെയ്താലും പ്രശ്നമില്ല. അപ്പൊ ആൻസർ എത്രയാണ്? 50 മീറ്റർ. അടുത്ത ചോദ്യം. സമയം കാണിക്കുമ്പോൾ ആ ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോൺ എത്ര എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു ക്ലോക്കിലെ സമയം 10:10 AM ആണ് കേട്ടോ. 10:10 AM. അപ്പൊ നമ്മുടെ ആംഗിൾ കണ്ടുപിടിച്ചാൽ മതി. ആംഗിൾ എങ്ങനെയാ കണ്ടുപിടിക്കുക? 30h - 11/2 m എന്ന് എഴുതിയാൽ മതി. 30 × h ഇവിടെ എത്രയാ? മണിക്കൂർ 10 ആണ് അല്ലേ? 10 മൈനസ് 11/2 × m ഇവിടെ എത്രയാ? അതും 10 തന്നെയാണ്, 10 മിനിറ്റ്. അപ്പൊ ഇത് സോൾവ് ചെയ്യാലോ. 2 × 1 2 × 5. 30 × 10 എത്രയാണ്? 300 മൈനസ് 11 × 5 എത്രയാ? 55. 300ൽ നിന്നും 55 കുറച്ചാൽ 5. ഇവിടെ 9, 9 ന്ന് 5 പോയാൽ 4, ഇവിടെ 2. 245 ഡിഗ്രി എന്നാണ് ആൻസർ കിട്ടുന്നത്. ഇനി ഓപ്ഷൻസ് ഒന്ന് നോക്കിക്കേ. ഓപ്ഷനിൽ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ അവിടെ കാണില്ല. ചെറിയ ചെറിയ വാല്യൂസ് ആണ് എല്ലാം തന്നിരിക്കുന്നത്. നമുക്ക് കിട്ടുന്ന ആംഗിൾ 180 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ എന്ത് ചെയ്യണം? 360ൽ നിന്നും കുറച്ചിട്ട് വേണം എഴുതാൻ. മനസ്സിലായോ? കിട്ടുന്ന ആംഗിൾ 180 ഡിഗ്രിയേക്കാളും കൂടുതലാണെങ്കിൽ 245 380നേക്കാളും കൂടുതലല്ലേ? 360 നിന്ന് കുറയ്ക്കുക. അപ്പൊ നമുക്ക് അതിന്റെ റിഫ്ലക്സ് ആംഗിൾ കിട്ടും. ആ ആൻസർ നിങ്ങളുടെ ഓപ്ഷനകത്ത് ഉണ്ടാവും. അപ്പൊ 10ൽ നിന്ന് 5 പോയാൽ 5, ഇവിടെ 5, 5ൽ നിന്ന് 4 പോയാൽ 1, ഇവിടെ 3, 3ൽ നിന്ന് 2 പോയാൽ 1. 115 ഡിഗ്രിയാണ് നമ്മുടെ ആൻസർ വരിക. അത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോയെന്ന് നോക്കിക്കുക. നമ്മുടെ ഓപ്ഷനകത്ത് കിടപ്പുണ്ട് അല്ലേ? ഓപ്ഷൻ സി 115 ഡിഗ്രി. കണ്ടോ? അടുത്ത ചോദ്യം. 10 × square root of 2 cube into square into square root of 5 cube into square. നോക്കിക്കേ, ഇങ്ങനത്തെ ചോദ്യങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ചതാണ്. സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒരുമിച്ച് വന്നാൽ വെട്ടിക്കളയാം. നമുക്ക് നമ്മുടെ ഉത്തരത്തിൽ എന്തുണ്ടാവില്ല? സ്ക്വയറും ഉണ്ടാവില്ല, സ്ക്വയർ റൂട്ടും ഉണ്ടാവില്ല. ഇവിടെ നോക്കിക്കേ,
സ്ക്വയറും ഉണ്ട് സ്ക്വയർ റൂട്ടും ഉണ്ട്. അപ്പൊ അത് രണ്ടും അങ്ങോട്ട് കളയാം. അപ്പൊ നമുക്ക് 2 ക്യൂബ് എന്നാണ് ആൻസർ കിട്ടുക. ഇൻറ്റു ഇവിടെ നോക്കിക്കേ 5 ക്യൂബ് ഇൻറ്റു സ്ക്വയർ. സ്ക്വയറും സ്ക്വയർ റൂട്ടും ഒരുമിച്ച് വന്നാൽ സ്ക്വയറും പോവും സ്ക്വയർ റൂട്ടും പോവും. ബാക്കി എന്തേ ഉള്ളൂ? 5ന്റെ ക്യൂബ് മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ ഒരു 10 ഉണ്ട്, അത് അങ്ങനെ തന്നെ എഴുതണം. ഇനി പുറത്തൊരു വലിയ സ്ക്വയർ റൂട്ട് ഉണ്ട്, അതിന് വ്യത്യാസമൊന്നും വലിയ, അത് അതുപോലെ തന്നെ ഇട്ട് കൊടുക്കുക. മനസ്സിലായോ? അപ്പൊ അകത്തുള്ള കുഞ്ഞു കുഞ്ഞു സ്ക്വയറും സ്ക്വയർ റൂട്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. സ്ക്വയറിന്റെ സ്ക്വയർ റൂട്ട് ഒരുമിച്ച് വന്നാൽ അതങ്ങ് പോവും. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിത് ഗുണിക്കാലോ. 2ന്റെ ക്യൂബ് എത്രയാണ്? 8 ഇൻറ്റു 5ന്റെ ക്യൂബ് എത്രയാണ്? 125 ഇൻറ്റു 10. ഇതെല്ലാം കൂടെ ഗുണിച്ചു കഴിഞ്ഞാൽ ആൻസർ എന്ത് കിട്ടും? 8 ഗുണം 10 80. 125 ഗുണം 80 ചെയ്താൽ സ്ക്വയർ റൂട്ട് ഓഫ് 5 ഗുണം 8, ഒരു 0 ഇവിടെ ഉണ്ട്, അത് എഴുതി. 5 ഗുണം 8 40, ശിഷ്ടം 4. 8 ഗുണം 2 16, 16 4 20, ശിഷ്ടം 2. 8 1 8, 8 2 10. കണ്ടോ? 10,000 എന്നാണ് നമുക്ക് കിട്ടിയത്. 10,000ത്തിന്റെ സ്ക്വയർ റൂട്ട് എത്രയായിരിക്കും? നേർ പകുതി 0 എടുത്തങ്ങ് എഴുതുക, 100 ആയിരിക്കും കേട്ടോ. കണ്ടോ? 10,000ത്തിന്റെ സ്ക്വയർ റൂട്ട് എത്ര വരും? 100. 4 0 അല്ലേ ഉള്ളേ? അപ്പൊ നമ്മുടെ ഉത്തരത്തിൽ 2 0 വരും. ഇത്രയേ ഉള്ളൂ. അപ്പൊ ആൻസർ നമുക്ക് 100 എന്ന് കിട്ടി. അടുത്ത ചോദ്യം. 4 പുരുഷന്മാരും 8 സ്ത്രീകളും ചേർന്ന് 10 ദിവസം കൊണ്ട് ഒരു ജോലി പൂർത്തിയാക്കുന്നു. അതേ ജോലി പൂർത്തിയാക്കാൻ 3 പുരുഷന്മാർക്കും 7 സ്ത്രീകൾക്കും കൂടി 12 ദിവസം വേണം. അങ്ങനെയാണെങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം കൊണ്ട് ആ ജോലി പൂർത്തിയാക്കും? നോക്കിക്കേ. 4 പുരുഷന്മാരെ ഞാൻ എം എന്ന് വിളിക്കുവാണ്, മാൻ അല്ലെങ്കിൽ മെയിൽ എന്നുള്ളൊരു അർത്ഥത്തില്. 4 പുരുഷന്മാരും 8 സ്ത്രീകളും, സ്ത്രീകളെ നമുക്ക് വുമൺ എന്ന് വിളിക്കാം, W എന്ന് ഞാൻ അങ്ങ് ഡിനോട്ട് ചെയ്തു, ചേർന്ന് എത്ര ദിവസം എടുക്കും? 10 ദിവസം എടുക്കും. അതേ ജോലി 3 പുരുഷന്മാരും 7 സ്ത്രീകളും കൂടെ ചേർന്ന് എത്ര ദിവസം എടുക്കും? 7 സ്ത്രീകളും കൂടെ ചേർന്ന് 12 ദിവസം എടുക്കും. അങ്ങനെയാണെങ്കിൽ 8 പുരുഷന്മാർ എത്ര ദിവസം എടുക്കും എന്നാണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്താണ്? M1 D1 ഈസ് ഈക്വൽ ടു M2 D2. നമുക്ക് ആ ഇക്വേഷൻ വെച്ച് എന്ത് ചെയ്യാം? ഇവരെ ഇക്വേറ്റ് ചെയ്യാം. കാരണം ഒരു പുരുഷൻ എത്ര സ്ത്രീകൾക്ക് സമമാണെന്ന് നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പൊ M1 എന്ന് പറഞ്ഞാൽ എത്ര ആളുകളാണ് ആ ജോലി ചെയ്യുന്നത്? 4 പുരുഷന്മാരും 8 സ്ത്രീകളും. അപ്പൊ 4M + 8W, അതാണ് നമ്മുടെ M1 എന്ന് പറയുന്നത്. D1 എന്ന് പറഞ്ഞാൽ അവരെടുക്കുന്ന സമയം 10 ദിവസം. അപ്പൊ 10 ദിവസം കൊണ്ട് ഇത്രയും പേര് ജോലി ചെയ്താൽ തീരുന്ന അതേ ജോലി തന്നെയാണ് ആര് ചെയ്യുന്നത്? 3 പുരുഷന്മാരും 7 സ്ത്രീകളും 12 ദിവസം കൊണ്ട് ചെയ്യുന്നത്. മനസ്സിലായോ? M1 D1 നമ്മൾ എഴുതി, M2 D2 നമ്മൾ എഴുതി. അത് രണ്ടും സമമാണ്, കാരണം അവർ ചെയ്യുന്ന ജോലി സെയിമാ. ഒരേ ജോലിയാണ് 2 കൂട്ടർക്കും തീർക്കാനുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അവരെ ഇക്വേറ്റ് ചെയ്യുന്നത്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു പുരുഷൻ എത്ര സ്ത്രീക്ക് സമമാണെന്ന് കിട്ടും. ചെയ്യാലോ? അപ്പൊ നോക്കിക്കേ, ഇവിടെ 10 ഉണ്ട്, ഇവിടെ 12 ഉണ്ട്. നമുക്ക് 2 വെച്ച് ഹരിക്കാലോ. 10നെ 2 വെച്ച് ഹരിച്ചാൽ 5, 12നെ 2 വെച്ച് ഹരിച്ചാൽ 6. 2 സൈഡിൽ ഒരുപോലെ ഹരിക്കണേ. ഇവിടെ 2 വെച്ച് ഹരിച്ചാൽ അവിടെ ഹരിക്കണം. അല്ലാതെ ഒരു സൈഡിൽ മാത്രമായിട്ട് ചെയ്യരുത്. നമ്മൾ അതിനെ ഒന്നുകൂടെ ചെറുതാക്കാൻ വേണ്ടി അങ്ങ് ചെയ്തേ ഉള്ളൂ. അപ്പൊ ഇവിടെ 5 എന്നും കിട്ടി, ഇവിടെ 6 എന്നും കിട്ടി. നമുക്കിനി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 5 ഗുണം 4 20, 20M പ്ലസ് 8 ഗുണം 5 40, 40W എന്ന് പറയുന്നത് 6 ഗുണം 3 18M പ്ലസ് 7 ഗുണം 6 42W തുല്യമാണ്. കണ്ടോ? ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവരെ ഒന്ന് റീഅറേഞ്ച് ചെയ്യാം അല്ലെ. അപ്പൊ ഈ 40W 42W കൂടെ അപ്പുറത്തോട്ട് വിടാം. 18M ഇപ്പുറത്തോട്ടും കൊണ്ടുവരാം. അപ്പൊ 20M മൈനസ് പ്ലസ് 18 ഇപ്പുറത്ത് വരുമ്പോ എന്താവും? മൈനസ് ആകും. അതെന്തിന് തുല്യമാണ്? 42W അവിടെ ഉണ്ട്. ഈ 40 വുമണും കൂടെ അപ്പുറത്തേക്ക് പോകും. അപ്പൊ പ്ലസ് എന്താവും? മൈനസ് ആകും. -40W എന്ന് കിട്ടി. ഇനി 20 18 പോയാൽ 2M 2 സ്ത്രീകൾക്ക് തുല്യമാണെന്ന് നമുക്ക് കിട്ടി. അതായത് ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് തുല്യമാണ്. അതല്ലേ അതിന്റെ അർത്ഥം? 2 വെട്ടിപ്പോയി. ഒരു പുരുഷൻ ഒരു സ്ത്രീക്ക് സമമാണ്. നമ്മുടെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതാണ് 1 man is equal to 1W എന്ന് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. നമ്മുടെ ഒന്നാമത്തെ ഇക്വേഷൻ അങ്ങ് ഇട്ട് കൊടുത്തോ. 4 × M +
ഡബ്ല്യുവിന് പകരം എനിക്ക് എന്ത് ഇട്ട് കൊടുക്കാം? എം എന്ന് തന്നെ ഇട്ട് കൊടുക്കാം. കാരണം ഡബ്ല്യുവിന്റെ വില 1m തന്നെയാണ് നമുക്ക് കിട്ടി. അപ്പൊ അത് 10 ദിവസം കൊണ്ട് ചെയ്ത് തീർക്കും. 8 4 12. 12 പുരുഷന്മാർ എത്ര ദിവസം എടുക്കും? 10 ദിവസം എടുക്കും. നമ്മുടെ ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്നത് 8 പുരുഷന്മാർ എത്ര ദിവസം എടുക്കുമെന്ന ആണെങ്കിൽ 1 പുരുഷൻ എത്ര ദിവസം എടുക്കും? ഇവിടെ നമ്മൾ 12മായിട്ട് ഹരിച്ചാൽ അപ്പുറത്ത് നമ്മൾ 12മായിട്ട് ഗുണിക്കണം. അങ്ങനെയാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഹരിച്ചാൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? ഗുണിക്കണം. ഇവിടെ നമ്മൾ ഗുണിച്ചാൽ അവിടെ നമ്മൾ ഹരിക്കണം. കാരണം ആളുകളുടെ എണ്ണവും ദിവസവും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. നമുക്കറിയാലോ, ആൾക്കാരുടെ എണ്ണം കുറഞ്ഞാൽ അവർ ചെയ്യേണ്ട ദിവസം അവരെടുക്കുന്ന ദിവസം കൂടുതലായിരിക്കും. 5 പേര് 10 ദിവസം കൊണ്ടാണ് ഒരു ജോലി ചെയ്യുന്നതെങ്കിലോ 20 പേര് ചിലപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തീർക്കും. മനസ്സിലായോ? ആൾക്കാരുടെ എണ്ണവും ദിവസവും എപ്പോഴും ഇൻവേഴ്സ് ആണെന്ന് ഓർക്കുക. ഒരെണ്ണം കൂടിയാൽ മറ്റേത് കുറയും. അപ്പൊ ഇവിടെ ഞാൻ 12നെ 12മായിട്ട് ഹരിച്ചാൽ എനിക്ക് എന്ത് കിട്ടും? 1 കിട്ടും. അപ്പൊ ഇവിടെ ഞാൻ 12മായിട്ട് ഹരിച്ചു. അപ്പൊ അപ്പുറത്ത് ഞാൻ എന്ത് ചെയ്യണം? 12മായിട്ട് ഗുണിക്കണം. മനസ്സിലായോ? അപ്പൊ ഒരു പുരുഷൻ എത്ര ദിവസം എടുക്കും? 10 × 12 ദിവസം. 120 ദിവസമാണ് ഒരു പുരുഷൻ ഒറ്റയ്ക്ക് ജോലി ചെയ്താൽ തീർക്കാൻ വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 8 പുരുഷന്മാർ 8മായിട്ട് ഞാൻ ഇവിടെ എന്ത് ചെയ്തു? ഗുണിച്ചു. 8മായിട്ട് ഇവിടെ ഗുണിച്ചാൽ അപ്പുറത്ത് 8 ഹരിക്കണം. ഇവിടെ ഗുണിക്കുകയാണെങ്കിൽ അപ്പുറത്ത് കൊണ്ട് നമ്മൾ ഹരിക്കണം. അവിടെ ഹരിക്കുകയാണെങ്കിൽ ഇപ്പുറത്ത് കൊണ്ട് നമ്മൾ ഗുണിക്കണം. അത്രേ ഉള്ളൂ. അപ്പൊ ഞാൻ 8 പുരുഷന്മാർ എത്ര ദിവസം എടുക്കും? 10 × 12/8 ദിവസം എടുക്കും. നമുക്ക് വെട്ടാലോ. 4 × 2 8, 4 × 3 12, 2 × 1 2, 2 × 5 10, 5 × 3 എത്ര വന്നു? 15 ദിവസം. കണ്ടോ, നമ്മുടെ ആൻസർ എത്ര വന്നു? 15 days എന്ന് കിട്ടി. ഈ ഒരു കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണേ. മനുഷ്യന്മാരുടെ എണ്ണം ഹരിച്ചാൽ അപ്പുറത്തെ ദിവസത്തിന്റെ എണ്ണം ഗുണിക്കണം. അപ്പൊ ഇവിടെ ഞാൻ 12മായിട്ട് ഹരിച്ചു. അപ്പൊ എനിക്ക് 1 കിട്ടി. അപ്പൊ ഞാൻ ഇവിടെ 12മായിട്ട് ഗുണിച്ചു. അപ്പൊ എനിക്ക് 120 ദിവസം എന്ന് കിട്ടി. അടുത്ത സ്റ്റെപ്പിൽ 1നെ ഞാൻ എന്ത് ചെയ്തു? 8 ആക്കണം. 8 പുരുഷന്മാരുടെ ജോലിയാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ 8മായിട്ട് ഇവിടെ ഞാൻ ഗുണിച്ചു. അപ്പൊ 1 × 8 എനിക്ക് 8 എന്ന് കിട്ടി. അപ്പൊ അപ്പുറത്ത് എന്ത് ചെയ്യണം? 8മായിട്ട് ഞാൻ ഹരിക്കണം. അപ്പൊ എനിക്ക് ആൻസർ 15 ദിവസം എന്ന് കിട്ടി. ഫൈൻ. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കും. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ് കേട്ടോ. ഈ ഒരു ചോദ്യവും നമ്മുടെ മറ്റേ ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ചോദ്യമൊക്കെ കുറച്ച് ടൈം കൺസ്യൂമിങ് ചോദ്യങ്ങളായിരുന്നു. എന്നിരുന്നാലും ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ആ ലൈക്ക് ബട്ടൺ അമർത്താൻ മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ കമന്റ്സ് എല്ലാം അറിയിക്കാവുന്നതാണ്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരുന്നുണ്ട് കേട്ടോ. അപ്പം ടാറ്റാ.